ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകും. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി, ദൈവവചനം നമ്മെ സഹായിക്കും. അപ്രകാരം ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഈ ദൈവവചന കേൾവി കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നാം ചെയ്യാറുണ്ട്. ചില ആളുകൾ ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. ചില ആളുകൾ ഒരു ടൈം ടേബിൾ അനുസരിച്ച് അവർ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ചില ആളുകൾ നിരന്തരം ഒരേ കാര്യം തന്നെ ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവവേദനായി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്ന ജീവിതം കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ നമുക്ക് വേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മൾ ഈ ലോകത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിന് പ്രതിഫലമില്ല. എന്നാൽ ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് നിലനിൽക്കും. അതിനാണ് പ്രതിഫലമുള്ളത്. ഈ ദൈവത്തിൻ്റെ വചനം ആ കാര്യത്തെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. 11-ാം വാക്യം, യേശുക്രിസ്തുവെന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ പ്രവൃത്തികൾ തീയിലൂടെ ദൈവം കടത്തിവിടും. അതിനെ അർത്ഥമാക്കുന്നത്, തീയിലൂടെ കല്ല് കടത്തിവിട്ടാൽ, മരം കടത്തിവിട്ടാൽ, പുല്ല് കടത്തിവിട്ടാൽ, വൈക്കോല് കടത്തിവിട്ടാൽ, വെള്ളി കടത്തിവിട്ടാൽ, പൊന്ന് കടത്തിവിട്ടാൽ, ഈ വസ്തുക്കളൊക്കെ തീയിലൂടെ കടത്തിവിട്ടാൽ വ്യത്യസ്ത അനുഭവങ്ങളാണ് തീയിലൂടെ കടത്തിവിട്ട് പുറത്തു വരുന്ന ഈ വസ്തുക്കൾക്ക് ഉണ്ടാകുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പ്രവൃത്തി. ഇതുമായിട്ടാണ് നമ്മുടെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ വചനം ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കഴിക്കുന്നു. ചില ആളുകൾ വെറുതെ ഇരിക്കുന്നു, ചില ആളുകൾ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ TV കാണുന്നു, മൊബൈൽ ഉപയോഗിക്കുന്നു, വെറുതെ സമയം വേസ്റ്റാക്കുന്നു. ചില ആളുകൾ ട്രാക്റ്റുമായിട്ട് കടന്നു പോകുന്നു, ചില ആളുകൾ ദൈവവചനം പറയുന്നു, ചില ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ പ്രവർത്തികൾ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ വേണം പണിയാൻ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണോ നമ്മൾ ചെയ്യുന്നത്? 2 കാര്യമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഏതു മനോഭാവത്തോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? മറ്റൊന്ന് നമ്മുടെ ഇൻറ്റൻഷനാണ്, ഉദ്ദേശശുദ്ധിയാണ്. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്, അത് നിലനിൽക്കും. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, അതിന് പ്രതിഫലമില്ല, അത് നിലനിൽക്കത്തില്ല, അത് വേസ്റ്റായിത്തീരും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നു വരുമ്പോൾ ഓർത്തോണം, ദൈവനാമത്തെ പ്രതിയാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, ആ പ്രവൃത്തി നിലനിൽക്കും. ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അത് ദൈവനാമത്തെ പ്രതിയാണോ ചെയ്യുന്നത്?
നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു, ദൈവനാമത്തിനു വേണ്ടി ദൈവവചനം അനുസരിച്ചത് നിമിത്തമാണോ നിങ്ങൾക്കങ്ങനെ സംഭവിച്ചത്? നിരാശപ്പെടേണ്ട, ആ പ്രവൃത്തി നിലനിൽക്കും, അതിന് പ്രതിഫലമുണ്ട്. ആമേൻ. മത്തായി സുവിശേഷം 10:42 കർത്താവ് പറയുക, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരു ഗ്ലാസ് തണ്ണീർ ഒരു വീട്ടിൽ കടന്ന് ഒരു സുവിശേഷം പറയാൻ വരുന്ന ഒരു ദൈവദാസന് ദൈവദാസിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ, മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഉദ്ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ. ശിഷ്യനെന്ന് വെച്ച് കർത്താവിൻ്റെ ശിഷ്യനെന്ന് വെച്ചാണ് കൊടുക്കുന്നത്. ആ വ്യക്തിക്കല്ല കൊടുക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവിലയ്ക്ക് വേണ്ടി ഒരു 10 രൂപ കൊടുത്താൽ ഉദ്ദേശം ഇത്രയായിരിക്കണം, ദൈവത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്, ദൈവനാമത്തിലാണ് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ ആ പ്രവൃത്തി നിലനിൽക്കും, ബാക്കിയെല്ലാം വെറുതെ ആയിത്തീരും. തിരിച്ചറിയുക, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ആയുസ് വളരെ നൈമിഷികമാണ്. എത്ര നാളും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കും നമുക്കറിയത്തില്ല. പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവനാമത്തിൽ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യ്. ഒരുപക്ഷേ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം, താഴ്ച സംഭവിച്ചേക്കാം, പരിഹാസം കേട്ടേക്കാം, മറ്റുള്ളവർ കളിയാക്കിയേക്കാം, വിഷയമില്ല. ദൈവനാമത്തിൽ, ദൈവനാമത്തെ പ്രതി, ദൈവത്തിൻ്റെ വചനമനുസരിച്ചത് നിമിത്തമാണോ, ഭാരപ്പെടേണ്ട, ആ പ്രവൃത്തി നിലനിൽക്കും. തീയിലൂടെ ആ പ്രവൃത്തിയെ കടത്തിവിടുമ്പോൾ അത് വെന്തു പോകത്തില്ല, ആ പ്രവൃത്തി നിലനിൽക്കും. ആമേൻ. തിരുവചനം വായിക്കുമ്പോൾ ഭർത്താവ് ഭാര്യ ബന്ധത്തിൽ, അപ്പൻ മക്കൾ ബന്ധത്തിൽ, യജമാനൻ ദാസൻ ബന്ധത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. കൊലോസ്യലേഖനം 1:18-24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ നിങ്ങളിത് ചെയ്യണമെന്ന് പറയുക. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ പറയുക, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരുടെ കയ്പായിരിക്കരുത്. എന്താ ഇത് പറയുന്നത്? ഇത്രയേ ഉള്ളൂ, ദൈവനാമത്തിൽ വേണം ഭാര്യയും ഭർത്താവും കീഴടങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യാൻ. അവിടെയാണ് ദൈവനാമത്തിൽ, ദൈവവചനം അനുസരിക്കാൻ വേണ്ടി, ദൈവത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി ആ ഒരു കാര്യം കുടുംബജീവിതത്തിൽ വരുമ്പോഴാണ് കുടുംബജീവിതത്തിനകത്തുള്ള ഓരോ പ്രവൃത്തിക്കും ദൈവം പ്രതിഫലം തരുന്നത്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വായിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാർ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ഇവിടെയും കർത്താവിൻ്റെ നാമത്തെ പ്രതിയാണ് മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നത്. കർത്താവിൻ്റെ നാമത്തെ പ്രതിയാണ് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾക്കാണ്, അങ്ങനെ ചെയ്യുന്ന മക്കൾക്കാണ് പ്രതിഫലമുള്ളത്. അവരുടെ ജീവിതത്തിനാണ്, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പ്രതിഫലമുള്ളത്. ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 22-ാം വാക്യത്തിൽ, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിനും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുവാനോ ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകാനോ ഉള്ളൊരു സാഹചര്യം നിങ്ങൾക്കില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ജോലി മേഖലയിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത്, നിങ്ങളായിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിനകത്ത്, നിങ്ങളായിരിക്കുന്ന സ്കൂളിൽ, നിങ്ങളായിരിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. യേശുക്രിസ്തുവെന്ന അടിസ്ഥാനത്തിന്മേൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ജോലി മേഖലയിൽ യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യാനായിട്ട് കഴിയും. എപ്പോഴാണ്? യജമാനന്മാരെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ മനസ്സോടെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്, ആ പ്രവൃത്തി നിലനിൽക്കും. എത്ര പേര് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തീരുമാനമെടുക്കും, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് കർത്താവിന് വേണ്ടിയേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നിലനിൽക്കുന്ന പ്രതിഫലമുള്ള പ്രവൃത്തിക്ക് വേണ്ടിയേ ഞാൻ ചെയ്യത്തുള്ളൂ. കഷ്ടനഷ്ടങ്ങൾ വന്നേക്കാം, അപമാനങ്ങൾ വന്നേക്കാം, നിന്ദിച്ചേക്കാം, ഒരുപക്ഷെ എനിക്ക് ക്ഷീണം സംഭവിച്ചേക്കാം, പക്ഷേ പ്രതിഫലമുള്ള പ്രവൃത്തി മാത്രമേ ഞാൻ ഈ നിമിഷം തൊട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. 1 പത്രോസ് ലേഖനം 2:13 വായിക്കുന്നു, സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം
കീഴടങ്ങുക, രാജ്യത്തെ നിയമം അനുസരിക്കുക എന്ന് പറയുന്നത് പ്രതിഫലമുള്ളൊരു പ്രവൃത്തിയാക്കി മാറ്റുവാൻ ഒരു ദൈവവേദന കഴിയും. എങ്ങനെ? കർത്താവിൻ നിമിത്തം മാനുഷിക നിയമത്തിന് കീഴടങ്ങണം. മാനുഷിക നിയമത്തിന് കീഴടങ്ങുന്ന ആ ഭരണകർത്താക്കളെ ഭയപ്പെട്ടിട്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, കർത്താവിൻ്റെ നിമിത്തമാണ് കീഴടങ്ങുന്നത്. അങ്ങനെ മാനുഷിക നിയമത്തിന് കർത്താവിൻ്റെ പേരിൽ കീഴടങ്ങിയാൽ ആ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്. അത് പ്രവൃത്തി കത്തിപ്പോകത്തില്ല, അത് നിലനിൽക്കുന്നതാണ്. മത്തായി സുവിശേഷം 26:6 തൊട്ട് ഉള്ള വാക്യത്തിനകത്ത് വളരെ പ്രസിദ്ധമായൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറച്ചൊരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാൽക്കലൊഴിച്ച് അവൻ്റെ തലയിൽ ഒഴിക്കുന്ന രംഗം നമുക്ക് തിരുവചനത്തിനകത്ത് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ഭാഗത്ത് യേശു കർത്താവിനെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ, ആ സ്ത്രീയെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാകുന്നു. 26-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കണ്ടോ, ആ പന്തിയിൽ ഒരുപാട് പേരിരുന്നു. ശിമോനാണ് പന്തി യേശുവിനെ ക്ഷണിച്ചത്, മറ്റുള്ളവരിരുന്നു. പക്ഷേ ഇവിടെ ആ സ്ത്രീയുടെ പ്രവൃത്തി മാത്രമാണ് അവിടെ എല്ലാവരും പുകഴ്ത്തി പറയുമെന്ന് കർത്താവ് പറഞ്ഞത്. എന്താ കാര്യം? യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ യേശു കർത്താവിന് വേണ്ടി യേശു ക്രിസ്തു നിമിത്തമാണ് ആ അപമാനം ആ സ്ത്രീ അവിടെ ഏറ്റത്, മറ്റുള്ളവർ വിമർശനം ഏറ്റുവാങ്ങിയത്. പക്ഷെ ആ സ്ത്രീ ചെയ്ത പ്രവൃത്തി നിലനിൽക്കും എന്ന് കർത്താവ് പറയുകയാണ്. നഷ്ടങ്ങൾ വന്നേക്കാം. 1 വർഷം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യമാണ് ഒറ്റ നിമിഷം കൊണ്ട് യേശു കർത്താവിന് കൊണ്ട് കൊടുത്തത്. അത് നഷ്ടമാണെന്ന് പുറം ലോകക്കാർ പറഞ്ഞേക്കാം. ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പുറം ലോകത്തിലുള്ള അവിടെ കൂടെ ഇരുന്ന ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ കർത്താവ് പറയുകയാണ്, നിലനിൽക്കുന്ന പ്രവൃത്തി ഇത് മാത്രമാണ്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ളൊരു മനസ്സെ നമുക്ക് ഈ ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തിരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട്, മെനക്കെട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട്, സമയം വേസ്റ്റാക്കി പണം ചെലവാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. പക്ഷേ നിലനിൽക്കുന്നതൊന്നു മാത്രമേ ഉള്ളൂ, അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ്. നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് യേശുവിന് വേണ്ടി ചെയ്യുന്നതാണ്. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 10:31 പൗലോസ് പറയുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യും. കണ്ടോ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കകത്തും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ ജീവിച്ച് തീർക്കാറല്ല ദൈവം ഒരായുസ്, വിലപ്പെട്ട ആയുസ് നമുക്ക് നൽകി തന്നത്. ഇന്നും ജീവനോടെ നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. വെറുതെ ജീവിച്ചു പോകാനല്ല, ഈ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കർത്താവ് ഒരുക്കിയെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആ ചെറിയ പ്രാർത്ഥന കർത്താവ് കേട്ട് നിങ്ങളെ ഒരു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പാത്രമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ അത് വ്യക്തികളിൽ സംഭവിക്കേണ്ട. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ജോലി മേഖലയിൽ, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ, ആയിരിക്കുന്ന ആ ദേശത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കൊലോസ്യ ലേഖനം 3:17 അല്പം മുമ്പേ വായിച്ച ഖണ്ഡികയാണ്. അവിടെ പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും. ആ വാക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിനും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. വാക്കുകൊണ്ട് പറയുന്ന കാര്യത്തിനകത്താണേലും അത് നിലനിൽക്കുന്ന പ്രവൃത്തിയായിത്തീരും കേട്ടോ. ക്രിയ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, അതും നിലനിൽക്കുന്നതായിത്തീരും. എപ്പോഴാണ്? ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരു അനുഭവമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ ആ പ്രവൃത്തി നിലനിൽക്കും. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പി. സുവിശേഷം പറയുന്ന ആളുകളെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 4:11 വായിക്കുന്നു, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ.
എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ള. കണ്ടോ, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ, പ്രസംഗിക്കുന്നുവെങ്കിൽ, ദൈവരാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, ഒരു ചെറുവിരലെങ്കിലും അനക്കുന്നുവെങ്കിൽ, ഉപയോഗിക്കുന്നുവെങ്കിൽ ഓർത്തോണം, അത് ദൈവത്തിനു വേണ്ടി എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ വേണം, ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇനിയിപ്പോൾ കഷ്ടം സഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, പത്രോസ് പറയുന്നു, 1 പത്രോസ് 3:14, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. എങ്ങനെയാണ് വായിച്ചു തുടങ്ങിയത്? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ. നിങ്ങളുടെ ഭാഗത്താണ് സത്യം, നിങ്ങളുടെ ഭാഗത്താണ് നേര്, നിങ്ങളുടെ ഭാഗത്താണ് ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുകയാണോ? നിരാശപ്പെടേണ്ട. നീതി നിമിത്തം കഷ്ടം സഹിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ തീരുമാനമെടുക്കും, കർത്താവേ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാനല്ല എൻ്റെ ഈ ആയുസ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പണം സമ്പാദിച്ച് മക്കളെ വളർത്തി ജോലി ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനല്ല, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, നിലനിൽക്കുന്ന പ്രവൃത്തി ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. നിങ്ങളെ സഹായിക്കും ദൈവം കേട്ടോ. ആ സ്ത്രീ ചെയ്തതുപോലെ സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ, അവൾ ചെയ്തതും പറയുമെന്ന് പ്രസ്താവിക്കുന്ന കർത്താവ് പറഞ്ഞ പോലെ സംഭവിക്കുന്നുണ്ടല്ലോ. തീയിലൂടെ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. അന്ന് വെളിപ്പെട്ട് വരും, ആ ദിവസം വെളിപ്പെട്ട് വരും നമ്മൾ ചെയ്തതൊക്കെ നിലനിൽക്കുന്ന പ്രവൃത്തിയാണോ എന്ന്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിരുന്നുകൊണ്ട് ദൈവജനം ശ്രദ്ധിച്ച് സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന പ്രവൃത്തി ദൈവനാമത്തിന് വേണ്ടി ചെയ്യുവാൻ, ദൈവത്തിൻ്റെ നാമത്തിൽ ഓരോ നിമിഷവും ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാനല്ല, അങ്ങാഗ്രഹിക്കുന്ന നിലയിൽ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ശബ്ദം കേൾക്കുന്നവരെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനപ്രകാരം ജീവിപ്പാൻ അവർ കൃപ കൊടുക്കണമേ. താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിനെ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.